മാന്നർ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ താരപുത്രന്മാരുടെ കാലം എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് സ്റ്റാറുകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പം അവരുടെ ആ ഒരു അവർ ചെയ്ത സിനിമകളും അവർ വന്ന വഴികളും ഒക്കെ നമുക്കറിയാം, നമ്മൾ കണ്ട് വളർന്നതാണ്. അപ്പം അതിനുശേഷം അവരുടെ അടുത്ത തലമുറയായിട്ടുള്ള നമ്മുടെ ദുൽഖർ സൽമാനും അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലും, ഇവരുടെ കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കാരണം അച്ഛന്മാർ വരുന്ന അതേ പാതയിലൂടെ തന്നെയാണ് ഇപ്പം മക്കൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും റീസെൻ്റായിട്ട് റിലീസായിട്ടുള്ള സിനിമകൾ കാന്ത അതുപോലെ തന്നെ ഡി സിറ, ഈ രണ്ട് സിനിമകളാണ് റിലീസായിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളും നല്ല കിഡിലായിട്ട് തന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് റിലീസായ സിനിമ നമ്മുടെ ദുൽഖറിൻ്റെ കാന്തയാണ്. കാന്ത റിലീസിന് മുന്നേ തന്നെ അതിൻ്റെ പ്രസ് ഷോയിലൊക്കെ തന്നെ ആണെങ്കിലും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ പടം റിലീസായി ഇപ്പോൾ നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ഈ ഒരു സിനിമ റീച്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡീസറയുടെ കാര്യമാണെങ്കിലും നല്ല രീതിക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊരു കളക്ഷനൊക്കെ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ല ഒരു റിപ്പോർട്ടോടുകൂടിയുള്ള കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അത് ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയ്ക്കാണ് ഇത്രയും കളക്ഷൻ കിട്ടിയത്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു രാവണപ്രഭുവിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഇത് അവരുടെ കാലമല്ലേ, ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറയുന്ന പോലെ ഒരു ഡയലോഗുണ്ട്. അപ്പം അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഇപ്പം ഈ ഒരു രീതിക്ക് തന്നെ സിനിമകൾ ചെയ്തു പോട്ടെ. അച്ഛന്മാരെക്കാളും മികച്ച നല്ല രണ്ട് നടന്മാരായിട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. എന്തായാലും നമുക്കറിയാം അത്രത്തോളം വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും അവർ ഇനിയും വരാം. ഇപ്പോൾ ഓരോരോ സിനിമ കഴിയും തോറും ഇമ്പ്രൂവ് ആയി വരുവാണ് എല്ലാവരും. അതേപോലെ തന്നെ ഇവരും നല്ല രീതിക്ക് അവർ ഇമ്പ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രണവ് മോഹൻലാലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ പടത്തിൽ നിന്നും എത്രത്തോളം വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ദുൽഖറിൻ്റെ കാര്യം ഓൾറെഡി ദുൽഖർ തെളിയിച്ചിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ദുൽഖർ ഇതിലൊരു ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഒന്ന് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മമ്മൂക്ക ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ്. എന്തായാലും ഈ സിനിമകൾ കാണാത്തവരാണെങ്കിൽ കാന്ത ഡി സിറ ഇത് രണ്ടും കാണാത്തവരാണ് ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നല്ലൊരു അവരുടെ രണ്ടുപേരും നല്ലൊരു ആക്ടിങ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ രണ്ട് സിനിമയും ബോക്സ് ഓഫീസിൽ ഇപ്പം ഡി സിറ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ സക്സസ് ഓൾറെഡി ആയി, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. കാന്ത ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ. അപ്പോൾ കാന്തയാണെങ്കിലും നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫേവററ്റ് ആക്ടർ ഇപ്പോൾ ദുൽഖർ അതുപോലെ തന്നെ പ്രണവ്, ഇതിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ ഈ രണ്ട് കാന്തയും ഡി സിറയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബൈ.